വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കും. റാലി ചരിത്ര വിജയമാകുമെന്ന് വ്യക്തമാക്കിയ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മുനമ്പം വിഷയത്തിൽ BJPക്കും LDFനും എതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. നിയമം പാസ്സായതോടെ BJPക്ക് ഇനി മുനമ്പത്തെ ജനങ്ങളെ ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ തെളിഞ്ഞതായി PMA സലാം പറഞ്ഞു. UDF വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കാനാണ് വിഷയം LDF സർക്കാർ പരിഹരിക്കാത്തത്. മുനമ്പത്ത് സമവായ നീക്കം മുസ്ലിം ലീഗ് തുടരുമെന്നും PMA സലാം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മുസ്ലിം ലീഗ് മഹാറാലികളിലൂടെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ മുസ്ലിം ലീഗ് ഏറ്റവും അനിവാര്യമായ ഒരു വിഷയത്തിൽ ഇപ്പോഴിതാ ഇന്നും ഒരു മഹാറാലി സംഘടിപ്പിക്കുകയാണ്. നേരത്തെ വഖഫ് സംരക്ഷണ റാലി നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത്. അതുപോലെ തന്നെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ജനലക്ഷങ്ങളെ അണിനിരത്തി വലിയ വിജയമാക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വഖഫ് നിയമ ഭേദഗതിയുടെ പേരിൽ അതിനെതിരെ മുസ്ലിം ലീഗ് വലിയൊരു മഹാറാലി സംഘടിപ്പിക്കുകയാണ് കോഴിക്കോട് കടപ്പുറത്ത്. വൈകിട്ട് 3 മണിക്കാണ് ഈ ഒരു റാലി തുടക്കമിടുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ജനങ്ങൾ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ അവകാശപ്പെടുന്നത് 2 ലക്ഷത്തോളം പ്രവർത്തകർ എത്തും എന്നുള്ളതാണ്. അതേക്കുറിച്ച് ഇന്നത്തെ ഈ റാലിയുടെ മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കേരള വിഷൻ ന്യൂസിനോടൊപ്പമുണ്ട്. സാഹിബ്, എങ്ങനെയാണ് ഇന്നിപ്പോൾ വൈകിട്ട് ആളുകൾ കൂടുതലായി എത്തും? ഇന്നലെ താങ്കൾ പറഞ്ഞു 2 ലക്ഷത്തോളം പേരെത്തുന്നു. അതേസമയം തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷകൾക്കപ്പുറത്താണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇതുവരെ നടന്ന റാലികളിൽ നിന്ന് വ്യത്യസ്തമായ റെക്കോർഡുണ്ടാക്കും. നേരത്തെ ഞങ്ങളിവിടെ ആദ്യം നടത്തിയ റാലി വഖഫ് വിഷയം സംബന്ധിച്ച് തന്നെയാണ്. അന്ന് വഖഫിൽ കൈവച്ചത് കേരള ഗവൺമെൻറ്റാണ്. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റാണ് വഖഫ് സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക്, ഇസ്ലാം മത വിശ്വാസികൾക്കല്ലാത്തവർക്ക് തൊഴിലെടുക്കാനും അതിന് നേതൃത്വത്തിൽ വരാനൊക്കെയുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിശക്തമായ പ്രതിഷേധം കോഴിക്കോട് കടപ്പുറത്ത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീ പിണറായി വിജയന് ആ നിയമത്തിൽ നിന്ന് U-ടേൺ അടിക്കേണ്ടി വന്നത്. പിന്നീട് ഞങ്ങൾ തന്നെ ആ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും സാധിക്കാതെ വന്നപ്പോൾ ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ കോഴിക്കോട് കടപ്പുറത്തെ സാക്ഷ്യപ്പെടുത്തി ഒരു മഹാറാലി സംഘടിപ്പിച്ചു. അതിലും അഭൂതപൂർവമായ ജനക്കൂട്ടുണ്ടായി. ഇപ്പോൾ ഇത് 3ാമത്തതാണ്. അപ്പോൾ ജെന്യുവിൻ കോസ്, ജനങ്ങൾക്ക് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ജനാധിപത്യ സംവിധാനങ്ങൾക്ക് വേണ്ടി, എല്ലാറ്റിനുമുപരി രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ തത്വങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. അത് നിയമസഭകളിൽ നടത്തുന്നു, അസംബ്ലിയിൽ നടത്തുന്നു, പാർലമെൻറ്റിൽ അതിശക്തമായി ഈ ബില്ലിനെതിരെയുള്ള ഡിബേറ്റിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തു. അത് കഴിഞ്ഞ് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായതിനു ശേഷം ഇന്ത്യ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തെ സമീപിച്ച് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് കേസ് കൊടുത്തു. ആ വിചാരണ ഇന്ന് തുടങ്ങുകയാണ്. അതിനോടൊപ്പം തന്നെ നിയമപരമായ എല്ലാ പ്രതിരോധങ്ങളും തീർക്കുന്നതോടൊപ്പം തന്നെ ജനവികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായാണ് ഞങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് ഈ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തും മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം ലീഗ് റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ബീഹാറിലും UPയിലും ഒക്കെ മുസ്ലിം ലീഗ് റാലിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ നടത്തുന്നത് കോഴിക്കോട് കടപ്പുറവും കേരളവും കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് ഇന്ത്യ ഒട്ടുക്കും നടത്തുന്ന റാലിയുടെ ഒരു വലിയ തുടക്കം കൂടിയാണ് ഈ മഹാറാലി. തുടക്കമല്ല, പല സംസ്ഥാനങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലൊക്കെ ജില്ലാടിസ്ഥാനത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ സാഹിബ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ ഇന്നലെ തൃശ്ശാപ്പള്ളിയിലൊക്കെ റാലി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ട്. ഇത് രാജ്യത്തിൻ്റെ നന്മക്ക്, രാജ്യം പതിറ്റാണ്ടുകളായി മുറുകെ പിടിച്ചു വരുന്ന തത്വങ്ങൾ നിഷേധിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ജനരോഷം പ്രകടിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ ജനക്കൂട്ടായിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ പ്രതീക്ഷയിൽ അപ്പുറത്തേക്കുള്ള ജനക്കൂട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം തന്നെ തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെയുള്ള വാഹനങ്ങൾ ഏതാണ്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ മുനമ്പം വിഷയത്തിൽ ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരത്തെയുള്ള അവരുടെ നിലപാട് പാടെ നിരാകരിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രസ്താവന ഇറക്കി. കാരണം നേരത്തെ BJP പറഞ്ഞിരുന്നത് വഖഫ് ഭേദഗതി നിയമമായാൽ മുനമ്പത്തുള്ളവർക്ക് രക്ഷയുണ്ടാകുമെന്നുള്ളതായിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രി പറഞ്ഞത് അവർ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്നുള്ളത്. അതെ,
ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ആളുകളൊക്കെ പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്നോ. അവരെ നിയമം പാസ്സായി കഴിഞ്ഞു, ഇനി അവർക്ക് അവരാവശ്യമില്ല. അതുകൊണ്ട് ഈ ആളുകളന്ന് തെറ്റിദ്ധരിപ്പിച്ചു. മുനമ്പത്തെ ജനങ്ങൾക്ക് ഭൂമി കിട്ടാൻ വേണ്ടിയാണ് ഈ നിയമം എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് BJP ചെയ്തത്. അത് വിവിധ സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്തണം. സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കിയാലേ BJPക്ക് വേര് പിടിക്കാൻ കഴിയൂ എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, മുനമ്പം വിഷയവും വഖഫ് ബില്ലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വഖഫ് ബില്ല് BJP കൊണ്ടുവന്നത് വഖഫ് ബോർഡിൻ്റെ കയ്യിലുള്ള ഇസ്ലാമിക വിധി പ്രകാരം സാധാരണ മനുഷ്യർ ദൈവപ്രീതി കാക്ഷിച്ചുകൊണ്ട് അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ദൈവമാർഗത്തിൽ വിനിയോഗിക്കാൻ തീരുമാനിച്ചത് പിടിച്ചെടുക്കാനും അതില്ലാതാക്കാനുമുള്ള ഒരു സംരംഭമാണ് BJP നേതൃത്വത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. അത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അതും മുനമ്പവുമായി യാതൊരു ബന്ധവുമില്ല. മുനമ്പത്തത് പെട്ടെന്ന് ഭരണാധികാരികൾക്ക് തീർക്കാൻ പറ്റുന്ന വിഷയമാണ്. ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്, ഭരണകൂടം വിചാരിച്ചാൽ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്താൽ സമവായത്തിലൂടെ പെട്ടെന്ന് തീർക്കാവുന്നൊരു ഇഷ്യൂ ആണ്. അത് മുനമ്പവും ഇതുമായി ബന്ധിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ്, വിഭാഗീയ ജാതിപരമായ മതപരമായ ചേരിതിരിവുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് അവർ ശ്രമിച്ചത്. അതുപോലെ തന്നെ UDFൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ ഭിന്നിപ്പുണ്ടാക്കാൻ LDF ശ്രമിച്ചു. അതുകൊണ്ടാണ് ഭരണം നടത്തുന്ന ഗവൺമെൻറ് മുനമ്പം പ്രശ്നത്തിൽ തീരുമാനമുണ്ടാക്കാനുള്ള ബാധ്യത നിറവേറ്റുന്നതിന് പകരം അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. അതിൽ ഇടപെടാതിരിക്കുകയാണ്, പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതിരിക്കുകയാണ്. കാരണം അവർക്ക് ഈ ജാതീയമായ വിഭാഗീയത നിലനിർത്തണം, അതുവഴി UDFൻ്റെ വോട്ട് ബാങ്ക് നശിപ്പിക്കണം. അത് കേരളീയ സമൂഹം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. മുനമ്പത്തെ നല്ലവരായ നിരപരാധികളായ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനങ്ങളും ആ യാഥാർത്ഥ്യം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ നേരത്തെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഈ സമവായ ശ്രമവുമായി മുന്നോട്ട് പോയിരുന്നു. ഇനിയും മുനമ്പത്ത് അത്തരം സമവായ നീക്കങ്ങൾ മുസ്ലിം ലീഗ് തുടരുമോ? എങ്ങനെയാണ്? അല്ല, മുസ്ലിം ലീഗ് എപ്പോഴും തെറ്റിദ്ധാരണകൾ തീർക്കാനും ആശയക്കുഴപ്പം ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ സമുദായങ്ങൾ തമ്മിലും എല്ലാ വിഭാഗങ്ങൾ തമ്മിലും രഞ്ജിപ്പോടുകൂടി നിലനിൽക്കണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു. ആശയപരമായ വ്യത്യാസം ഉണ്ടാവും. എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ വിഭാഗക്കാർക്കും അവരുടേതായ ആശയങ്ങളും അഭിപ്രായങ്ങളും പാർട്ടിയൊക്കെ ഉണ്ടാവും. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവിഷയങ്ങളിൽ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനും രഞ്ജിപ്പുണ്ടാക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാം തുടരുന്നത്. അത് ഇനിയും തുടരും. മറ്റൊന്ന്, ഈ ഇന്നിപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജി പരിഗണിക്ക് വരുമ്പോൾ കേന്ദ്രം തടസ്സ ഹർജി ഉന്നയിച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന 6 സംസ്ഥാനങ്ങൾ അതിൽ കക്ഷി ചേരുന്നു. അത് ഈ ഒരു നീക്കത്തിന് വെല്ലുവിളിയാകുമോ? ഇല്ല, ഭരണഘടനാ വിരുദ്ധമായ ഒരു നീക്കം എവിടെ നിന്നുണ്ടായാലും, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും പാർലമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു വ്യക്തികളുടെ ഭാഗത്തുനിന്നായിരുന്നു ഒക്കെ, അതിനെ ചോദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ തന്നെയാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത് പരിശോധിക്കും. ആ സുപ്രീം കോടതി വിധി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിരിക്കും. പോരാട്ടത്തിൽ മുസ്ലിം ലീഗ് മുന്നിലുണ്ട്, ജനകീയ പോരാട്ടത്തിൽ മുസ്ലിം ലീഗ് മുന്നിലുണ്ട്, നിയമസഭകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പറയേണ്ടടുത്ത് മുസ്ലിം ലീഗ് മുന്നിലുണ്ട്. ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി, ജനകീയ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലക്ക് എല്ലാ കാര്യത്തിലും മുസ്ലിം ലീഗ് മുന്നിൽ നിന്ന് മാതൃക കാണിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരും. ജനങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട്. താങ്കളുടെ നായകത്വത്തിലുള്ള 3ാമത്തെ റാലിയാണ്. ഈ റാലിയും വലിയ വിജയമായി തീരട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഈ റാലി വലിയ വിജയമായിരിക്കും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെത്തും. മുനമ്പത്തെ സമവായ നീക്കം മുസ്ലിം ലീഗ് തുടരും. ഒപ്പം തന്നെ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ രാഷ്ട്രീയവും നിയമപരമായ പോരാട്ടവും ശക്തമാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.